കലാപം പൊട്ടിപ്പുറപ്പെട്ട 2 വർഷത്തിനു ശേഷം മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 13-ന് മോദി മണിപ്പൂരിലെത്തും എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സന്ദർശനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഒടുവിൽ മോദി മണിപ്പൂരിലേക്ക് എത്തുന്നു. കേന്ദ്രത്തിന്റെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനാണ് മോദി എത്തുന്നത്. ആദ്യം മിസോറാം സന്ദർശിക്കുന്ന മോദി ബൈരാബി സൈരാഗ് റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യും. ഐസ്വാളിനെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് 51 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ റെയിൽവേ ലൈൻ. ഇതിനുശേഷമായിരിക്കും മണിപ്പൂർ സന്ദർശനം. മിസോറാം സർക്കാർ വൃത്തങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. എന്നാൽ കേന്ദ്രം ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ പുറത്തുവിട്ടിട്ടില്ല. 2023-ലെ കുക്കി മെയ്തേയ് കലാപത്തിന് ശേഷം മോദി സംസ്ഥാനം സന്ദർശിക്കാത്തതിനെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നേരിട്ടും സംസ്ഥാനത്തെത്തിയിരുന്നു. 2 വർഷമായി തുടരുന്ന കലാപത്തിൽ 260ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചത് മുതൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമാണ്. 24 ഡൽഹി. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. പഞ്ചാബിൽ 29 മരണം. ഹിമാചൽ പ്രദേശിലെ 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. നിരവധി വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായി. യമുന നദിയിൽ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലാണ്. ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം. തുടർച്ചയായി പെയ്ത മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചത്. ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലുമായി നിരവധി പേരാണ് മരിച്ചത്. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പഞ്ചാബിൽ മഴക്കെടുതിയിൽ മരണം 29ആയി. 2000-ലധികം പേരെ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലും മഴക്കെടുതി ബാധിച്ച മേഖലകളിലെ സ്കൂളുകൾക്ക് ഇന്നും അവധിയാണ്. ഡൽഹിയിലും NCR മേഖലയിലും വെള്ളം കയറി. യമുന നദിയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയാൽ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി മയൂർ വിഹാറിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ലോഹാപൂരിലൂടെയുള്ള ഗതാഗതം നിർത്തിവെക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.